അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? ആട്ടയോ എന്താ കാലത്തെന്തൊക്കെ പോകണമെന്ന് വിചാരിച്ചോ? ആട്ടോയിലെങ്കിൽ ആട്ടി പോകുമ്പോഴത്തേക്ക് മിനിസ്റ്റർ ഊട്ടി അടി ഒരിഞ്ഞടി എവിടെ ഇവിടെ ടിവിയുടെ വോളിയൊന്ന് കൂട്ടിയരാ. നമ്മുടെ മുമ്പിലുള്ള പൊതുസമൂഹത്തിന് മുമ്പിൽ വളരെ എളുപ്പത്തിൽ വിശദീകരിക്കാൻ കഴിയുന്ന ചില ചോദ്യങ്ങളോ അല്ലെങ്കിൽ ചില കാര്യങ്ങളോ ആണ് എനിക്ക് ചോദിക്കാനുള്ളത്. ജെ കെ, എന്ത് സോഫ്റ്റ്വെയർ സംവിധാനമായിരുന്നു എക്സാലോജിക്കിൽ നിന്ന് ഈ CMRL കമ്പനിക്ക് വേണ്ടത്? CMRL കമ്പനിയുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കൺസൾട്ടൻസി റിക്വയർമെന്റ് എന്തായിരുന്നു? ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സമയമില്ല. തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. എന്തായാലും ഇരിക്കട്ടെ, ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരിക തന്നെ ചെയ്യാം. മൂവാറ്റുപുഴ MLA-യും കോൺഗ്രസ് നേതാക്കന്മാരും അല്പവിഭവന്മാരായ കോൺഗ്രസ് നേതാക്കന്മാരും മാസപ്പടി എന്ന് അലറി വിളിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമ ഫ്ലോറുകളിൽ കയറി ഇറങ്ങി നടന്നു. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി GST അടച്ചു വാങ്ങിയ തുകയെ സംബന്ധിച്ചല്ലേ പരമപരിശുദ്ധന്മാരായിട്ടുള്ള കർണാടക ROC ഫ്രോഡിലെന്റ് ഡൂബിയസ് എന്ന് പറഞ്ഞത്? നല്ല സാമാന്യ വിജ്ഞാനമുള്ള ഒരുത്തനാണുള്ളത്. എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ പലർക്കും പൊള്ളുന്നു. വസ്തുതാപരമായി തന്നെ ശരിയല്ലേ? It is likely that the scale of dubious transaction may be much larger in CMRL. Is it convenient and comfortable for you? അതന്നെ. Agreed? Agreed. ഇപ്പൊ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ഒക്കെ ഒന്ന് തന്നെയാണ്. എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? അതൊക്കെ അറിയിക്കണം, അറിയിച്ചോളാം. അതൊക്കെ അറിയിച്ചോളാം. പിണറായി വിജയൻ മേടിച്ചതിന്റെ കണക്ക് ആദ്യം കൊണ്ടുപോവാ. ഇപ്പോൾ എന്തായി? വള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? നിങ്ങളുടെ PV എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാന്ന് പറയാനുള്ള അന്തസ് പോലും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി എന്തിനാ ഇറങ്ങി നടക്കുന്നത്? പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. മുഖ്യമന്ത്രിയുടെ മകൾ കോഴയ്ക്ക് GST അടച്ച ആദ്യത്തെ വ്യക്തിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? ഞങ്ങളോടൊന്നും ആലോചിക്കാതെ പെട്ടെന്നൊരു വെടിക്കെട്ട് ചെണ്ടവേളം അതിരാവിലെ സംഭവിച്ചൊന്നും ജനാർദ്ദന കുറിപ്പ് പറഞ്ഞില്ലേ? ഇരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെ ഈ പോണെങ്കിൽ പോടാ, ഞമ്മക്കാരല്ലേ പേടില്ല. വേഗം മാറിയെടുക്കടാ, തീയും പുകയും പറപ്പിച്ചോണ്ടൊരു കൂട്ടം വരല. ലക്ഷക്കണക്കിന് വരുന്ന SSLC പരീക്ഷ എഴുതുവാൻ നിൽക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും 10 രൂപ ഫീസ് ഈടാക്കിക്കൊണ്ട് ശിവൻകുട്ടിയല്ലേ അത്? കാശില്ലാതെ ഒന്നും നടക്കില്ല. അടുത്ത ആളെ വിളിക്കേ. ചോദ്യ പേപ്പർ അടിച്ചു നൽകുന്ന ഒരു നാണം കെട്ട ഒരു ഗതികെട്ട ഇവരൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല. രീതിയിലേക്ക് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മാറിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുകയാണ്. പ്രതിപക്ഷങ്ങൾ ദയവായി നിശബ്ദത പാലിക്കണം. നിങ്ങൾ ഈ പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല. കോടിക്കണക്കിന് രൂപയ്ക്ക് നവകേരള സദസ്സ് സംഘടിപ്പിച്ച സർക്കാർ, കേരളീയ പരിപാടി സംഘടിപ്പിച്ച സർക്കാർ. നിങ്ങൾ അതിര് കിടക്കും. ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞ ഒരു റെസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങും. ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം. എന്തിന് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പോക്കറ്റ് അടിച്ചുകൊണ്ട് പരീക്ഷ നടത്തുന്നു? തന്റെ പോക്കറ്റൊന്നും ഞാൻ അടിച്ചില്ലല്ലോ. നാണമില്ലാതെ എന്തിനു മറ്റുള്ളവന്റെ കീശ തപ്പണം? അധ്വാനിച്ച് ജീവിച്ചു. വിദ്യാഭ്യാസ മന്ത്രി, വിവരവും വിവേകവും ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി. ഈ കൊട്ടാരത്തിലെ വലിയ മണ്ട ശിരോമണി. സംസ്കാരത്തിൽ പാണ്ഡിത്യത്തിൽ സംസ്കാര ശൂന്യൻ. വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ സൂക്ഷിച്ച് സംസാരിക്കണം. താനും സൂക്ഷിച്ച് സംസാരിക്കണം. അത് അങ്ങ് വിഴുങ്ങിക്കൊണ്ട് മിണ്ടാതെ വായും പുറ്റാൻ മടക്കിയടിക്കാൻ ഞങ്ങളാരും ഭരണവിലാസ സംഘടനയല്ല. നമ്മൾ പറഞ്ഞതും കുറച്ച് കൂടിപ്പോയി. ഇനി ഇത് തീർക്കാനാ പാട്. ഇത്രയ്ക്ക് നാണം കെട്ട ഗതികെട്ട ഒരു സർക്കുലർ. നീ ഒളിച്ചിരിക്കരുന്നല്ലേടാ. ഇങ്ങോട്ട് എഴുന്നേക്കടാ ചതിയ. എന്റെ രാഷ്ട്രീയ ഭാവിയെ കരുതിക്കുട്ടി തേജോധം ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമം ഉണ്ടല്ലോ, അത് നടക്കട്ടെ. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ? ഞാനേ ഇത് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്തോളാം. അതുപോലെ ഈശ്വര, അതേടാ ഞാൻ തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചു. ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ? ഞാൻ തന്നെ. നിങ്ങൾ എത്ര കാലമായി വേട്ടയാടാൻ തുടങ്ങിയിട്ട്? പിന്നെ നാടിന് ഗുണം പിടിക്കുന്നതല്ല, രാജ്യത്തിന് ഗുണം പിടിക്കുന്നതല്ല. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാൻ. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. രാഷ്ട്രീയ ഇടപെടലുണ്ടോ? അങ്ങനെ
നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഇത് മനസ്സിലായിട്ടില്ല. ഒരു വൃത്തികെട്ട പൊറാട്ട നാടകമാണെന്ന് മനസ്സിലാക്കാൻ 4ാം ക്ലാസ്സും ഗുസ്തിയും അല്പ കോമൺ സെൻസും മാത്രം മതി. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഇതൊരു പെൺകുട്ടി IT മേഖലയിൽ പ്രഗത്ഭയാണ്, ഒരു സംരംഭം ആരംഭിക്കുന്നു. അത് നടത്തി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണ്. ദൈവസഹായം കൊണ്ട് കള്ളത്തരം എന്റെ ജന്മവാസന. 10 ഗുണം 10 ഗുണം. ഒരു സ്ത്രീയാണ് വേട്ടയാടുന്നത്, ഒരു പെൺകുട്ടിയാണ് വേട്ടയാടുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്താ അവര് ചെയ്ത തെറ്റ്? ഇങ്ങനത്തെ ഒരെണ്ണം എടുത്തോ, ഇങ്ങനെ തന്നെ ഒരെണ്ണം എടുത്തോളാൻ. അത് ശരി. ഇനിയിപ്പോ അത് പുറത്തൊന്നും പറയണ്ട. ഒരു ഏജൻസിയും കണ്ടെത്തിയിട്ടില്ല, ഒരു മാധ്യമവും കണ്ടെത്തിയിട്ടില്ല, ഒരു തെറ്റും കാണുന്നില്ല. ഞാനിത് കേട്ടപ്പോ തന്നെ എനിക്ക് ഈ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ നടക്കുകയായിരുന്നു. ഈ ഷെയറിനെ സംബന്ധിച്ചൊക്കെ എനിക്കറിയാം. ആരെല്ലാമുണ്ട് ഷെയർ? ആർക്കും അറിയില്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. യൂസഫ് അലിക്ക് ഇവിടെ ഷെയർ ഇല്ലേ? ബാക്കിയുള്ളവരുടെ മനസമാധാനം കളയാനായിട്ട്. നിങ്ങളിത് എന്ത് കണ്ടിട്ടാ പറയുന്നത്? അയ്യേ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് നോക്കാല്ലേ? എന്തുട്ടാണ് കാര്യം? സംഗതി ലൈവാണ് ബൈ. വേഗം വന്നോ, കാതങ്ങ് വേഗം വാടോ. എന്നത് കണ്ടിട്ടേ ഉള്ളൂ, അങ്ങനെയത് ശരിയാവില്ല. എന്താണ് ഈ ഒരു ലക്ഷ്യം? എന്താണ്? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? മനസ്സിലാക്കി കളഞ്ഞല്ലോ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടിനെതിരായിട്ടാണ്. എന്താണ് ഏത് നയങ്ങൾക്കെതിരായിട്ടാണ്? നല്ല വാക്കെങ്കിലും ചേട്ടന് പറയാമായിരുന്നില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഉമ്മാരോട്, ഇതൊന്നും ഏക്കൂല. ചേച്ചി എന്താണ് ചേച്ചി? എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറും? ചേച്ചി എന്താണ് ചേച്ചി? ഒന്നും പറയാനില്ല. ഞാനിവിടെ കിടന്ന് തീ തിന്ന, കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ. ഒന്ന് ആളി പടരട്ടെ, എന്നാലും അതിന്റെ ബുദ്ധി ഒന്ന് ഉണരൂ. ചേച്ചി എന്തിനാണ് പിന്നെ ഇത് സമരം? മനുഷ്യച്ചങ്ങല കണ്ട കാലമെല്ലാം കഷ്ടപ്പെട്ടിട്ട് എന്താ കോണം? മനുഷ്യച്ചങ്ങല എന്തിനാണ് ചേച്ചി? ബാക്ക് ബെഞ്ച്. ഇവിടെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ആർക്കും അറിയില്ല. പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാൻ ഏതായാലും ഗുണം പിടിക്കില്ല. അപ്പൊ നമുക്ക് നോക്കാല്ലേ? എന്താ? ഞാൻ വേറിട്ടൊരു കാഴ്ച കാണിച്ചു തരാം. അങ്ങോട്ട് വന്നേ. കണ്ടോ? പരിശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിന്റെ കറപുരളാത്ത ഒരു കൈയുടെ ഉടമയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. കണ്ടാലും തോന്നും. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്താനാവാത്തത്. നിങ്ങൾക്ക് ആഗ്രഹമില്ലായിട്ടില്ല. ഞങ്ങൾ പല നാട്ടിലുള്ള പല കള്ളന്മാരെയും കണ്ടിട്ടുണ്ട്. ഇതുപോലത്തെ കള്ളന്മാർ ആദ്യമായിട്ടാണ്. ഈ ഞാൻ പോലും എത്രയോ വട്ടം അയാളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നിട്ടുണ്ടെന്ന് എനിക്കറിയോ? ഉദിച്ചു വരുന്നൊരു സൂര്യനായിരുന്നു. പക്ഷെ ആഗ്രഹിച്ചാലും എത്താനാവാത്ത നിലയിലുള്ള അത്രയും ദൂരത്താണ്, സൂര്യനെ പോലെ. അതാ കാര്യം കേട്ടാ, കരിഞ്ഞു പോകും. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഒരാൾ പറയുന്നത് ദൈവത്തിന്റെ വരദാനമാണ്. ആരാണ് ശരിക്കും പിണറായി വിജയൻ? ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. 4 ഒരേ സമയം കണ്ടിരിക്കണു ചിലര്. ആരാണ് ശരിക്കും പിണറായി വിജയൻ? അതേ ഏത് ലോകത്താണുള്ളത്? തമ്പുരാനറിയാം. അപ്പൊ നമുക്ക് നോക്കാല്ലേ? ചേട്ടൻ ഈ നാട്ടിലൊന്നും അല്ലേ? ഇവിടുത്തെ സംഭവ വികാസങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിങ്ങളെ രണ്ടുപേരെയും പറ്റി ഞാൻ ചില ന്യൂസ് ഒക്കെ കേട്ടല്ലോ. എന്ത് ന്യൂസ്? എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ജനങ്ങൾ നികുതി ഭാരം കൊണ്ട് കഷ്ടപ്പെടുകയാണ്. ഇപ്പോഴിതാ ഒരു പുതിയ നികുതി കൂടി അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. എവിടെ ഈ ശബ്ദം? താവെല്ലാം കേട്ടോ? ചേട്ടൻ എന്താ കേട്ടത്? ആരോ സംസാരിക്കുന്നത് പോലെ. ചിലപ്പോ എനിക്ക് തോന്നുന്നതായിരിക്കോ? നിർബന്ധപൂർവം പ്ലാസ്റ്റിക് കൊണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓരോ വീട്ടിൽ നിന്നും 70-50 രൂപ വെച്ച് പിരിക്കുകയാണ്. നന്ദി വേണോടാ, നന്ദി. തൽക്കാലത്തെ ആവശ്യത്തിന് ഇതിരിക്കട്ടെ. കൊണ്ട് നിവർത്തിയില്ല. ആദ്യം 50 രൂപയായിരുന്നു, പിന്നെ 70 രൂപയാക്കി. ഇനി അടുത്ത 100 രൂപയാക്കുമെന്നാണ് പറയുന്നത്. അത് ഞാൻ ഇതിലേ കേട്ടു, ഇതിലേ വിട്ടു. പോട്ടെ. നടക്കില്ല പരമേശ്വര, നടക്കില്ല.
പൈസ പിരിച്ചിട്ട് എവിടെ പോണു? അയ്യോ അതൊക്കെ ഇപ്പൊ എങ്ങനെ ഓർത്തിരിക്കാനാ? 2 നില ബസ് ഉണ്ടാക്കിക്കൊണ്ട് നവകേരള നടത്തി. എന്തുണ്ടാക്കി? 2 ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയൻ. വല്ലതും ഉണ്ടാക്കിയോ? പിന്നാക്ക് എന്താ ഭരണിയിലെ കാര്യം പറഞ്ഞതാ. ഒരു പ്ലാസ്റ്റിക് കുപ്പിക്ക് 2 പ്രാവശ്യം കാശ് കൊടുക്കണം. പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? പൈസ നമ്മൾ കൊടുത്തില്ലെങ്കിൽ പഞ്ചായത്തിലെ വീട്ടിൽ കരം കൊടുക്കാൻ പോണ്ടേ, വേറെ പല ആവശ്യങ്ങൾക്ക് പോണ്ടേ? അത് കറക്റ്റാണ്. അപ്പോഴൊക്കെ ഇതെല്ലാം കൂടെ ചേർത്ത് പൈസ എടുത്ത് സർട്ടിഫിക്കറ്റ് കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെ 70 രൂപ വെച്ച് കൊടുക്കാൻ പറ്റും. നിവർത്തിയില്ല, എന്നെ കൊണ്ട് 70 രൂപ ഞാൻ കൊടുക്കുന്നില്ല. വന്നാലും ഞാൻ അത് പെൻഡിങ്ങിൽ ഇട്ടിരിക്കുകയാണ്. എനിക്ക് കൊടുക്കാൻ കാശില്ല, ഞാൻ മോഷ്ടിക്കാൻ പോകും. അല്ല സീരിയസ് ആയിട്ടാ. അമ്മാവ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം ഇക്കാലത്തെ ധർണ പോലാകും. ഒരെത്തും പിടിയും കിട്ടുകയല്ല, വേണ്ടി പോവും. എന്റെ മുമ്പോട്ടുള്ള ജീവിതം എനിക്കൊരു പ്രശ്നമല്ലടാ. അതറിയാം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തി. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.